Today we are going to discuss the last chapter of our second module, that is Fugitive Colors, written by Selina Hussain. So second module was about South Asian writers, and Selina Hussain is also a South Asian writer. She is from Bengal. So if you don't know, Bengal is divided into two. Bengal രണ്ടാക്കി ഡിവൈഡ് ചെയ്തതിൽ വെസ്റ്റ് ബംഗാളാണ് ഇന്ത്യയുടെ പാർട്ട് ആൻഡ് അതർ പാർട്ട് ഇസ് ബംഗ്ലാദേശ്. ബംഗാൾ എന്ന് പറയുന്ന പ്രൊവിൻസിൽ വെസ്റ്റ് ബംഗാൾ മാത്രമേ ഇന്ത്യയുടെ പാർട്ടായിട്ടുള്ളൂ. ബംഗ്ലാദേശ് ഇസ് ഔട്ട്സൈഡ് ഇന്ത്യ. ആൻഡ് ദ സെലിന ഹുസൈൻ ഇസ് എ ബംഗ്ലാദേശി റൈറ്റർ. ആൻഡ് ബാക്കി എല്ലാ ബോർഡേഴ്സിലും ഇഷ്യൂ ഉള്ളതുപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ ഇഷ്യൂ ഉണ്ട്, ഇന്ത്യ ചൈന ബോർഡറിൽ ഇഷ്യൂ ഉണ്ട്. അതുപോലെ തന്നെ ബംഗാൾ ആൻഡ് ബംഗ്ലാദേശ്, വെസ്റ്റ് ബംഗാൾ ആൻഡ് ബംഗ്ലാദേശ് ആ ഒരു ബോർഡറിലും ഇഷ്യൂസ് ഉണ്ട്. മെയിൻലി ബിക്കോസ് വെസ്റ്റ് ബംഗാൾ ഇന്ത്യക്കും ബംഗ്ലാദേശ് ഒരു ഔട്ടർ സ്റ്റേറ്റുമായിട്ട് നിൽക്കുന്നത് കൊണ്ടും ദർ ആർ ഇഷ്യൂസ് ബിറ്റ്വീൻ ദീസ് ടു നേഷൻസ്. ആൻഡ് ആ ഒരു ഇഷ്യൂവിനെ ബേസ് ചെയ്താണ് ഈ സ്റ്റോറി എഴുതിയിരിക്കുന്നതും. ആൻഡ് ബംഗ്ലാദേശ് ഇസ് എ ഫോറസ്റ്റ് ഏരിയ. ഒരുപാട് ഡെൻസ് ഫോറസ്റ്റും റെയിൻ ഫോറസ്റ്റും ട്രോപ്പിക്കൽ ഫോറസ്റ്റും ഒക്കെ ഉള്ള ഹൈലി ഒരു ഫോറസ്റ്റ് ഏരിയ ആണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് സ്റ്റോറി ഡീൽസ് വിത്ത് ദി പ്രോബ്ലംസ് ബിറ്റ്വീൻ വെസ്റ്റ് ബംഗാൾ സെറ്റ്ലേഴ്സ് ആൻഡ് ദിസ് ബംഗ്ലാദേശി സെറ്റ്ലേഴ്സ്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഇഷ്യൂ ആണ് മെയിൻലി ഈ സ്റ്റോറിയിൽ ഡീൽ ചെയ്യുന്നത്. So in the beginning we have the main character, that is Shuddeep, and Shuddeep is a student in a university college in Bengal. ബംഗാളിലെ ഒരു യൂണിവേഴ്സിറ്റി കോളേജ് സ്റ്റുഡൻ്റ് ആണ് ഷുദ്ധീപ് എന്ന് പറയുന്നത്. ആൻഡ് ഹീ ഇസ് എ വെസ്റ്റ് ബംഗാൾ സിറ്റിസൺ. വെസ്റ്റ് ബംഗാളിലെ ഇന്ത്യയിലെ ഒരു സിറ്റിസൺ ആണ് ഷുദ്ധീപ് എന്ന് പറയുന്നത്. And his best friend Shubho Priyo is another main character, and he is his friend. And this Shubho Priyo is from Bangladesh. So they both are studying in the same college. And in the beginning of the story, we understand that Shuddeep has a problem. That is, Shuddeep is troubled after a broken love affair or a failed love affair. So Shuddeepinu a love affair undarnu, and the girl's name was Bibita, and that love affair failed. So അതൊരു ഫെയിൽഡ് ലവ് അഫെയർ ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ ആഫ്റ്റർ ദാറ്റ് പെർട്ടിക്കുലർ ബ്രേക്കപ്പ് ഷുദ്ധീപ് വാസ് സോ ഹാർട്ട് ബ്രോക്കൺ ആൻഡ് സോ ഡിപ്രസ്ഡ്. സോ അങ്ങനെ ഡിപ്രസ്ഡ് സ്റ്റേറ്റിലിരുന്ന ഷുദ്ധീപിനെ ശുഭോ പ്രിയോ ഇൻവൈറ്റ് ചെയ്യാണ് ടു ഹിസ് നേറ്റീവ് വില്ലേജ് ടു സ്പെൻഡ് സം ഡേയ്സ് ഇൻ ദി ജംഗിൾ. ശുഭോപ്രിയയുടെ വീട് ആ ഒരു ജംഗിൾ ഏരിയയിലാണ്, ഒരു ട്രൈബൽ ഏരിയ പോലുള്ളൊരു ഏരിയ ആണ്. സോ അവിടേക്ക് ഇൻവൈറ്റ് ചെയ്യാണ് സോ ദാറ്റ് ഹി ക്യാൻ ഹാവ് സം നൈസ് ഡേയ്സ് ദെയർ. ആ ഒരു വൈൽഡ് ലൈഫൊക്കെ ഇവൻ്റെ മനസ്സിനെ ഒന്ന് പീസ്ഫുൾ ആക്കുമെന്ന് വിചാരിച്ചാണ് ശുഭോപ്രിയോ ഇവനെ ഇൻവൈറ്റ് ചെയ്യുന്നത്. ആൻഡ് ഷുദ്ധീപ് ഗോസ് ദെയർ. ആൻഡ് ശുഭോപ്രിയയുടെ വീട്ടിൽ താമസിക്കാനായിട്ട് ഷുദ്ധീപ് കുറച്ച് നാളത്തേക്ക് അങ്ങോട്ട് പോവാണ്. ആൻഡ് ശുഭോപ്രിയയുടെ ഒരു വലിയ ഫാമിലി ആയിരുന്നു. ഹി ഹാഡ് 2 elder sisters ആൻഡ് ദേ വർ മാരീഡ് ഇൻ ടു അനദർ സിറ്റി. സോ 2 elder sisters ഉള്ളത് അവർ രണ്ടുപേരും സിറ്റിയിൽ മാരീഡ് ആയിട്ട് താമസിക്കുകയാണ്. ആൻഡ് ദ തേർഡ് സൺ വാസ് ശുഭോപ്രിയോ ഹിംസെൽഫ്. ദെൻ ഹി ഹാഡ് എ യങ്ങർ സിസ്റ്റർ കജോളിക. ദാറ്റ്സ് എ മെയിൻ ക്യാരക്ടർ, കജോളിക അയാളുടെ യങ്ങർ സിസ്റ്റർ ആയിരുന്നു. ദെൻ ദർ വാസ് എ യങ്ങർ ബ്രദർ നെയ്മഡ് പൂർണ്ണചന്ദ്ര. പൂർണ്ണചന്ദ്ര അവരുടെ ഫാമിലിയിലെ ഏറ്റവും ഇളയ കുട്ടിയാണ്. ഹി ഈസ് ഓൺലി 10 years old. ആൻഡ് ഷുദ്ധീപ് ചെല്ലുമ്പോഴത്തേക്കും പൂർണ്ണചന്ദ്രയായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ അടുപ്പമാവുന്നുണ്ട്. ആൻഡ് ഇൻ ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി വി സീ എ ട്രബിൾഡ് ഷുദ്ധീപ്. ആ ലവ് അഫെയറിൻ്റെ ഡിപ്രഷനിൽ നിന്ന് പുറത്തേക്ക് വരാത്തൊരു ഷുദ്ധീപിനെയാണ് നമ്മൾ ബിഗിനിങ് ഓഫ് ദ സ്റ്റോറിയിൽ കാണുന്നത്. ആൻഡ് ഹി സേസ് ദാറ്റ് ഹിസ് ഹാർട്ട് ഇസ് സോ മച്ച് ഇൻ എ ബേണിംഗ് സ്റ്റേറ്റ്. ഒരു ബേണിംഗ് സ്റ്റേറ്റിലാണ് ഷുദ്ധീപിൻ്റെ ഹാർട്ട് ഇരിക്കുന്നതെന്നാണ് ഷുദ്ധീപ് തന്നെ പറയുന്നത്. ആൻഡ് ദേ ആർ വാക്കിംഗ് ത്രൂ ദ ജംഗിൾ. സോ ബിഗിനിങ് പാർട്ടിൽ ഷുദ്ധീപും പൂർണ്ണചന്ദ്രയും കൂടെ ദേ ആർ വാക്കിംഗ് ത്രൂ ദ ജംഗിൾ. ആൻഡ് പൂർണ്ണചന്ദ്ര ആക്ട്സ് എസ് എ ഗൈഡ് ടു ഷുദ്ധീപ്. ഷുദ്ധീപിനൊരു ഗൈഡ് പോലെയാണ് പൂർണ്ണചന്ദ്ര പോകുന്നത്. ആൻഡ് ഷുദ്ധീപ് ഹാസ് എ പീസ് ഓഫ് റബ്ബർ ഇൻ ഹിസ് ഹാൻഡ്. ഒരു ചെറിയ പീസ് ഓഫ് റബ്ബർ ഉണ്ട്. ആൻഡ് ദിസ് റബ്ബർ സ്പെഷ്യാലിറ്റി ഇസ് റബ്ബർ കളക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയൊരു പീസ് ഓഫ് റബ്ബറാണ്. സോ ഈ റബ്ബർ മെൽറ്റ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ പോകുന്ന ഒരു പീസാണ്. സോ ഇറ്റ് ഇസ് ഹൈലി ബേണിംഗ് സെൻസേഷൻ ഉള്ള ഒരു കൈൻഡ് ഓഫ് റബ്ബർ പീസാണ്. ഇറ്റ് ഇസ് സോ ഹോട്ട്. സോ അവൻ ആ റബ്ബർ പീസ് കയ്യിലെടുക്കുന്നതിൻ്റെ റീസൺ ഇസ് ദാറ്റ് ഇറ്റ് റിമെമ്പേഴ്സ് ഹിം ഓഫ് ഹിസ് സ്കോച്ച്ഡ് ഹാർട്ട്. അല്ലെങ്കിൽ ഇവൻ്റെ ബേണിംഗ് ഹാർട്ടിനെ ഈ പെർട്ടിക്കുലർ സ്കോച്ച്ഡ് പീസ് ഓഫ് റബ്ബർ ഇവനെ ഓർമ്മിപ്പിക്കുന്നു. സോ ബോത്ത് ദ റബ്ബർ പീസ് ആൻഡ് ഹിസ് ഹാർട്ട് ഇസ് ഇൻ എ സിമിലർ സ്റ്റേറ്റ്, ദാറ്റ് ഇസ് ഹൈലി ബേണിംഗ് സ്റ്റേറ്റ്. ആൻഡ് സ്കോച്ച്ഡ് പീസ് ഓഫ് റബ്ബർ വാസ് ദി സിമ്പിൾ ഓഫ് ഹിസ് പെയിൻ. സോ ഇങ്ങനെ നടക്കുന്ന ആ വാക്കിംഗ് ത്രൂ ദ ഫോറസ്റ്റ് ആ ഒരു ഫേസിലാണ് പൂർണ്ണചന്ദ്രയുടെ അടുത്ത് ഷുദ്ധീപ് ചോദിക്കുന്നത്, ഹൂ ഗേവ് യു ദിസ് നെയിം? പൂർണ്ണചന്ദ്ര എന്ന് പറയുന്ന പേര് ആർക്കാണ് ഇവന് ഇട്ട് കൊടുത്തതെന്ന് ഷുദ്ധീപ് ചോദിക്കുകയാണ്. ആൻഡ് ഫ്രം ദാറ്റ് പോയിന്റ് ഓൺവേർഡ്സ് ദ മൂഡ് ഓഫ് ദ സ്റ്റോറി ചേഞ്ചസ്. സോ 10 വയസ്സുള്ള ആ കുട്ടി പറയുന്ന സ്റ്റോറിയിൽ നിന്നാണ് വി ഗെറ്റ് ദി ഐഡിയ ഓഫ് പാർട്ടീഷൻ പ്രോബ്ലംസ് ബിറ്റ്വീൻ വെസ്റ്റ് ബംഗാൾ ആൻഡ് ബംഗ്ലാദേശ്. So Purnachandra says that his name was given by Thakurda. Thakurda was his grandfather, and ഈ grandfather ആയിരുന്നു ഇവന് പൂർണ്ണചന്ദ്ര എന്ന് പറയുന്ന പേര് കൊടുക്കുന്നത്. ആൻഡ് അറ്റ് ദാറ്റ് ടൈം ദർ വാസ് ഇഷ്യൂസ് ബിറ്റ്വീൻ വെസ്റ്റ് ബംഗാൾ ആൻഡ് ബംഗ്ലാദേശ്. ബംഗാളി സെറ്റിലേഴ്സ് തമ്മിലും ബംഗ്ലാദേശി സെറ്റിലേഴ്സ് തമ്മിലും പ്രശ്നങ്ങൾ നടന്നിരുന്നൊരു കാലമായിരുന്നു അത്. ആൻഡ് ഈ വെസ്റ്റ് ബംഗാളിലെ ഒരുപാട് പേര് ബംഗ്ലാദേശിൽ ഇവർ താമസിച്ചുകൊണ്ടിരുന്ന ഫോറസ്റ്റ് ഏരിയ ഒക്കെ
ഫോഴ്സിബിളി ഗ്രാബ് ചെയ്ത് അവിടെ താമസം തുടങ്ങിയിരുന്നു. സോ ഇവർ താമസിച്ചുകൊണ്ടിരുന്ന ഇവരുടെ പ്ലേസസൊക്കെയാണ്, ഇവരുടെ സ്ഥലങ്ങളൊക്കെയാണ് ഇവർ കോൺക്വർ ചെയ്ത് താമസിച്ചിരുന്നത്. സോ വെൻ ടു കൺട്രീസ് ആർ പാർട്ടീഷൻഡ്, കൺട്രീസ് തമ്മിൽ അല്ലെങ്കിൽ 2 സ്റ്റേറ്റ്സ് തമ്മിൽ പാർട്ടീഷൻ നടന്നു കഴിയുമ്പോൾ ദർ വിൽ ബി ആ ഒരു പ്രോബ്ലം ഉണ്ടാവുമല്ലോ, ദിസ് സ്റ്റേറ്റ് ബിലോങ്സ് ടു വിച്ച് നേഷൻ അല്ലെങ്കിൽ വിച്ച് സ്റ്റേറ്റ് എന്ന് പറയുന്ന ആ ഒരു കാര്യം. ലൈക്ക് ഇന്ത്യ പാകിസ്ഥാൻ പാർട്ടീഷൻ വരുമ്പോൾ ഇന്ത്യയുടെ ഇത്രയും ഭാഗം പാകിസ്ഥാനിലേക്കാണ് വരുന്നതെന്ന് പറയുന്നത് ദർ വിൽ ബി എ ട്രബിൾ. സോ നമ്മളുടെ സാധാരണ പാർട്ടീഷൻ്റെ സമയത്തൊക്കെ നടക്കുന്ന പ്രോബ്ലംസ് തന്നെ, അതായത് ഈ പാർട്ടീഷൻ്റെ ആ ഒരു ഭാഗമുള്ള ഇത്രയും പോർഷൻ ഞങ്ങളുടെയാണെന്ന് പറയുന്ന ആ ഒരു കൺഫ്യൂഷനൊക്കെ, ആ ഒരു പ്രോബ്ലമാണ് ഇവിടെ വരുന്നത്. ആൻഡ് ഇൻ ദിസ് കേസ് ബംഗ്ലാദേശിൽ വരുന്ന ഫോറസ്റ്റ് ഏരിയയിലുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഈ പറയുന്ന വെസ്റ്റ് ബംഗാൾ സെറ്റിലേഴ്സ് ഇവിടുന്ന് ഫോഴ്സിബിളി ഗ്രാബ് ചെയ്ത് അവരവിടെ താമസിച്ചിരുന്നു. ഈ ഒരു കോൺക്വറിങ് ആയിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു ഫോഴ്സിബിൾ ഗ്രാബിംഗ് ഓഫ് ലാൻഡ് ആയിരുന്നു അവർ തമ്മിലുള്ള ഒരു മെയിൻ പ്രോബ്ലം. And there was a little civil war going on between this Bangladeshi settlers and West Bengal settlers. And Thakurda ഈ പറയുന്ന ബംഗ്ലാദേശി സെറ്റിലേഴ്സിൻ്റെ ഒരു കൈൻഡ് ഓഫ് ഹെഡ് ആയിരുന്നു ഥാക്കുർദ എന്ന് പറയുന്നത്. സോ ഫൈറ്റ് എപ്പോഴും നാച്ചുറലായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു. ഇവർ തമ്മിൽ ബംഗാളി സെറ്റിലേഴ്സും ബംഗ്ലാദേശി സെറ്റിലേഴ്സും തമ്മിൽ ദർ വർ ഓൾവേസ് ഫൈറ്റ്സ്. ആൻഡ് സോൾജേഴ്സൊക്കെ ബംഗാളി സെറ്റിലേഴ്സിൻ്റെ ഭാഗത്തായിരുന്നു. ആൻഡ് സോൾജേഴ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാനെന്നുള്ള വ്യാജേന ഈ പറയുന്ന ബംഗ്ലാദേശി സെറ്റിലേഴ്സിൻ്റെ സ്ഥലത്ത് വരികയും അവരെ അവിടുത്തെ ലീഡേഴ്സിനൊക്കെ, അതായത് ഈ പറയുന്ന റെബലിയസ് ആയിട്ടുള്ള ബംഗ്ലാദേശി ലീഡേഴ്സിനൊക്കെ ഇവർ വന്ന് കൊല്ലുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ഥാക്കുർദ വാസ് എ വിക്ടിം ഓഫ് ദിസ്. സോ ഒരു പെർട്ടിക്കുലർ ഫൈറ്റ് ബിറ്റ്വീൻ ബംഗാളി സെറ്റിലേഴ്സ് ആൻഡ് ബംഗ്ലാദേശി സെറ്റിലേഴ്സ് കഴിഞ്ഞതിന് ശേഷം സം സോൾജേഴ്സ് കെയിം ടു ദെയർ റെസിഡൻസ്. അവരുടെ റെസിഡൻസിലോട്ട് കുറച്ച് സോൾജേഴ്സ് വന്നിരുന്നു ഇൻ ദ പ്രിടെക്സ്റ്റ് ഓഫ് പ്രൊട്ടക്റ്റിംഗ് ദം. പക്ഷേ അവർ വന്ന് ഥാക്കുർദാനെ കൊല്ലുവാണ് ചെയ്യുന്നത്. ദേ മർഡേഴ്സ് ഹെം ആൻഡ് ദേ വർ അബൌട്ട് ടു മർഡർ ദ റെസ്റ്റ് ഓഫ് ദി ഫാമിലി. ആ സമയത്താണ് ശുഭോപ്രിയയുടെ ഫാമിലി അവിടെ നിന്ന് ഓടിപ്പോകുന്നതും വേറൊരു സ്ഥലത്ത് പോയി ഒളിച്ച് നിൽക്കുന്നതും. ആൻഡ് പൂർണ്ണചന്ദ്ര ആക്ച്വലി വിറ്റ്നസ്ഡ് ദിസ് മർഡർ ആൻഡ് ഹീ ബിക്കെയിം എ വെരി ഡിഫറെൻറ്റ് പേഴ്സൺ ഫ്രം ദെൻ ഓൺവേർഡ്സ്. സോ പൂർണ്ണചന്ദ്ര പോലുള്ളൊരു ചെറിയ കുഞ്ഞിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നിന്ന് അവൻ്റെ സ്വന്തം ഗ്രാൻഡ് പേരൻറ്റിനെ കൊല്ലുന്നത് കാണുമ്പോൾ പൂർണ്ണചന്ദ്ര ബിക്കംസ് എ വെരി ഡിഫറെൻറ്റ് പേഴ്സൺ. ഒരു കുഞ്ഞിൻ്റെ ക്യാരക്ടറല്ല, പൂർണ്ണചന്ദ്ര ഈസ് ഹൈലി റിവെഞ്ച്ഫുൾ. അവൻ്റെ ഗ്രാൻഡ് ഫാദറിനെ കൊന്ന ബംഗാളി സെറ്റിലേഴ്സിനോട് ഇവനൊരു ഇമ്മെൻസ് റിവെഞ്ച് ഉണ്ട്. ആൻഡ് ഹീ വോണ്ട്സ് ടു കിൽ ഓൾ ദോസ് ബംഗാളി സെറ്റിലേഴ്സ്. സോ പൂർണ്ണചന്ദ്രയുടെ ഈ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് കാണുമ്പോൾ ശുദ്ധീവിന് മനസ്സിലാകുന്നു ദാറ്റ് മൈ പേഴ്സണൽ ട്രബിൾസ് ആർ നത്തിങ് കമ്പയർഡ് ടു ദീസ് പീപ്പിൾസ് ട്രബിൾസ്. ഇവരുടെ ട്രബിൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ പ്രോബ്ലംസ് ഒന്നുമല്ല എന്ന് മനസ്സിലാവുന്നത് അപ്പോഴാണ്, ശുദ്ധീപിന് മനസ്സിലാവുന്നത് അപ്പോഴാണ്. ആൻഡ് ഹിസ് ട്രബിൾസ് ടു സ്ലോലി ഫെയ്ഡ് അവേ. അങ്ങനെയാണ് ഇവൻ്റെ ഡിപ്രഷൻ പതുക്കെ കുറഞ്ഞു തുടങ്ങുന്നത്. ദാറ്റ് ഹി കമ്പയർസ് ഹിസ് ട്രബിൾസ് ടു ഹിസ് ഫ്രണ്ട്സ് ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ഫാമിലീസ് ട്രബിൾസ്. സോ പൂർണ്ണചന്ദ്ര പറയുന്നുണ്ട്, ഈ ബംഗാളി സെറ്റിലേഴ്സ് കാരണം ആർ കൾച്ചർ ആൻഡ് ട്രഡീഷൻ ആർ ഓൾ ഡിസ്ട്രോയിഡ്. ഞങ്ങൾക്ക് ഈ ഫോറസ്റ്റിന് ഒരു ട്രഡീഷൻ ഉണ്ടായിരുന്നു, ഒരു കൾച്ചർ ഉണ്ടായിരുന്നു ദാറ്റ് വി ഓൾ ഫോളോഡ്. പക്ഷേ ആ ഒരു കൾച്ചറും ആ ഒരു സാങ്ക്ടിറ്റി, ആ ഒരു പരിശുദ്ധിയൊക്കെ ഇവരുടെ ഈ എൻറോച്ച്മെൻറ്റ് കൊണ്ട് നഷ്ടപ്പെട്ടു പോവുകയാണ്. കാരണം ഇവർ വരുന്നത് ഈ മോഡേണൈസേഷൻ കൊണ്ടൊക്കെയാണ്. ബംഗാളി സെറ്റിലേഴ്സ് ഇവിടെ വന്ന് ഈ പറയുന്ന കാടുകളൊക്കെ നശിപ്പിച്ച് ദേ വോണ്ട് ടു എസ്റ്റാബ്ലിഷ് മോഡേണൈസേഷൻ. സോ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വേ ഓഫ് ലൈഫ്, ഞങ്ങളുടെ കൾച്ചറിനെയൊക്കെ നശിപ്പിക്കുന്നത് പോലും ഈ ബംഗാളി സെറ്റിലേഴ്സ് ആണെന്നാണ് പൂർണ്ണചന്ദ്ര പറയുന്നത്. ആൻഡ് ശുദ്ധീപ് സേസ് ദാറ്റ് ബിഫോർ ഹിം ദർ ആർ 2 kinds ഓഫ് സർവൈവൽ. 2 kind ഓഫ് സർവൈവൽ ഉണ്ട്. ശുദ്ധീപ് പറയുകയാണ് ദാറ്റ് ദർ ആർ 2 kinds ഓഫ് സർവൈവൽ. ഒരെണ്ണം എൻ്റെ പേഴ്സണൽ സർവൈവലാണ്, മൈ പേഴ്സണൽ ട്രാജഡിയാണ്. സോ ഫസ്റ്റ് സർവൈവൽ ഇസ് ദ സർവൈവൽ ഫ്രം മൈ പേഴ്സണൽ ട്രാജഡി. എൻ്റെ പേഴ്സണൽ സർവൈവലാണ് ഫസ്റ്റ് സർവൈവൽ എങ്കിൽ സെക്കൻഡ് സർവൈവൽ ഇസ് എ സർവൈവൽ ഓഫ് എ കമ്മ്യൂണിറ്റി. രണ്ടാമത്തെ സർവൈവൽ എന്ന് പറയുന്നത് അതൊരു കമ്മ്യൂണിറ്റിയുടെ മൊത്തമാണ്. സോ ശുദ്ധീപിന് മുമ്പിലുള്ളത് ഈ ബാറ്റിൽ ഫോർ ദീസ് 2 സർവൈവൽസ് ആണ്. ആ ഒരു കാര്യം ശുദ്ധീപ് പറയുന്നുണ്ട്. ആൻഡ് ഹീ ട്രൈസ് ടു ഫൈൻഡ് എ കംഫർട്ട് ഇൻ ഫോർ ഹിസ് പേഴ്സണൽ സ്ട്രഗിൾ. അവൻ്റെ തന്നെ പേഴ്സണൽ സ്ട്രഗിളിന് ഒരു കംഫർട്ട് അവൻ കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഈ ജംഗിൾസിലൂടെയാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഫോറസ്റ്റിലൂടെയാണ് അവൻ ആ പറയുന്ന കംഫർട്ട് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ബിക്കോസ് ശുദ്ധീപ് സീസ് ദാറ്റ് ദിസ് ജംഗിൾ ഇസ് ലൈക്ക് എ ബ്ലാങ്കറ്റ്. കോൾഡ് അല്ലെങ്കിൽ ഫീവറൊക്കെ വരുമ്പോൾ നമ്മളെ കവർ ചെയ്യുന്ന ഒരു ബ്ലാങ്കറ്റ് പോലെയാണ് ഈ നേച്ചർ അല്ലെങ്കിൽ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് വിൽ ഗീവ് യു ആൻ ഇമ്മെൻസ് റിലീഫ്. എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അതിനൊരു റിലീഫ് കൊടുക്കാൻ ഈ പറയുന്ന ഫോറസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുന്നത് അവനൊരു വലിയ കംഫർട്ടാണ്. ആൻഡ് ഹി വോണ്ടഡ് ടു സ്റ്റേ ദെയർ ഫോർ ലോങ്. സോ ആ ഒരു സമയത്താണ് ശുദ്ധി പൂർണ്ണചന്ദ്രയോട് ചോദിക്കുന്നത് ദാറ്റ് ഐ ഹാവ് പ്ലാൻസ് ടു സ്റ്റേ ഹിയർ എന്ന് പറയുമ്പോൾ പൂർണ്ണചന്ദ്ര പറയുന്നു ദാറ്റ് യു ക്യാൻ നോട്ട് സ്റ്റേ ഹിയർ ബിക്കോസ് എസ് ഐ ഓൾറെഡി സെഡ് ശുദ്ധീപ് എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിലെ ഒരു സിറ്റിസനാണ്. ആൻഡ് ഹീസ് ആൻ ഇൻഡിവിജ്വൽ ഫ്രം ദി എനിമി സൈഡ്. ശുഭോപ്രിയയുടെ ഫ്രണ്ട് ആയതുകൊണ്ട് മാത്രം നിൽക്കുന്നതാണ് അല്ലെങ്കിൽ നിൽക്കാൻ സമ്മതിക്കുന്നതാണ് ശുദ്ധീപിനെ ഇവിടെ. അതർവൈസ് അതിന് മുമ്പേ അവന് പോണ്ട വരുമായിരുന്നു. പക്ഷേ
ശുഭോപ്രിയയുടെ ഫ്രണ്ട് ആയതുകൊണ്ട് മാത്രം ആ കമ്മ്യൂണിറ്റി അവിടെ നിർത്താൻ സമ്മതിച്ചിരിക്കുന്നതാണ്. ആൻഡ് ബേസിക്കലി ശുദ്ധി ബിലോങ്സ് ടു ദി എനിമി കമ്മ്യൂണിറ്റി. അതുകൊണ്ട് തന്നെ ഈവൻ പൂർണ്ണചന്ദ്ര ഡസ് നോട്ട് ട്രസ്റ്റ്. ആൻഡ് വൺസ് ഇൻ എ വൈൽ ശുദ്ധീപ് ചോദിക്കുന്നുണ്ട് ദാറ്റ് പൂർണ്ണചന്ദ്രയോട് ദാറ്റ് ഡു യു ട്രസ്റ്റ് മീ എന്ന് പൂർണ്ണചന്ദ്രയോട് ചോദിക്കുന്നുണ്ട്. ആൻഡ് പൂർണ്ണചന്ദ്ര റിപ്ലൈസ് ഇൻ എൻ ഇൻസ്റ്റൻ്റ്ലി പൂർണ്ണചന്ദ്ര റിപ്ലൈ ചെയ്യുന്നുണ്ട് ദാറ്റ് ഐ ഡു നോട്ട് ട്രസ്റ്റ് യു ബിക്കോസ് യുവർ പീപ്പിൾ കിൽഡ് മൈ താക്കുർദ. ഞങ്ങളുടെ താക്കുർദാനെ കൊന്നത് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ളവരാണ്. സോ ഐ ഡു നോട്ട് ട്രസ്റ്റ് എനി ഓഫ് യുവർ പീപ്പിൾ അല്ലെങ്കിൽ എനി ഓഫ് ദ പീപ്പിൾ ഇൻ യുവർ കമ്മ്യൂണിറ്റി എന്ന് പൂർണ്ണചന്ദ്ര തുറന്ന് തന്നെ പറയുന്നു. സോ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ളവരാണ് ഞങ്ങളുടെ ലാൻഡ് എൻക്രോച്ച് ചെയ്യുന്നത്, ഞങ്ങളുടെ താക്കുർദാനെ കൊല്ലുന്നത്, ഞങ്ങളുടെ ആൾക്കാരെ കൊല്ലുന്നത്. സോ അതുകൊണ്ട് വി ഡു നോട്ട് ട്രസ്റ്റ് യു. ആൻഡ് ഈവൻ ദോ യു ഡു നോട്ട് ബിലോങ് ഇൻ എനി ഓഫ് ദീസ് ക്രൈംസ്, നിങ്ങൾ എനിമി കമ്മ്യൂണിറ്റിയിൽ ഒരു പാർട്ടായതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. യു ഹാവ് ടു ഗോ ആൻഡ് ഐ ഡു നോട്ട് ട്രസ്റ്റ് യു എന്ന് പൂർണ്ണചന്ദ്ര റിപ്ലൈ ചെയ്യുന്നു. ആൻഡ് ദിസ് വാസ് എ 10-year-old ചൈൽഡ്. സോ 10 വയസ്സുള്ളൊരു കുട്ടി, ഒരു കള്ളം പോലും പറയാത്തൊരു കുട്ടിയുടെ വായിൽ നിന്ന് വരുന്ന ആ ഒരു കാര്യം ഇറ്റ് ഹേർട്സ് ശുദ്ധീപ് എ ലോട്ട്. ആൻഡ് ഓൾ ദ വില്ലേജസ് ഫീൽ ദ സെയിം വേ. എല്ലാ വില്ലേജസിനും ഈ ഒരു രീതിയിൽ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ശുദ്ധീപ് ഒരുപാട് നാളിവിടെ നിൽക്കരുത്, തിരിച്ചു പോകണമെന്ന് പൂർണ്ണചന്ദ്ര ഇവനെ അഡ്വൈസ് ചെയ്യാണ്. ആൻഡ് അതിനുശേഷം അവർ കണ്ടിന്യൂ ചെയ്യുന്നു അവരുടെ വാക്ക് ത്രൂ ദ ഫോറസ്റ്റ്. നമ്മൾ സ്റ്റോറിയുടെ തുടക്കത്തിൽ ദേ വർ വാക്കിംഗ് ത്രൂ ദ ഫോറസ്റ്റ്. പൂർണ്ണചന്ദ്രയും ശുദ്ധീപും കൂടെ ഫോറസ്റ്റിലൂടെ നടക്കുകയായിരുന്നു. ആൻഡ് ഈ പറയുന്ന ജേണി അവർ കണ്ടിന്യൂ ചെയ്യുവാണ്. ആൻഡ് അതിൻ്റെ കൂടെ പൂർണ്ണചന്ദ്ര ശുദ്ധീപിൻ്റെ അടുത്ത് പറയുന്നു ഈവൻ കജോളിക ദീദി ഹേറ്റ്സ് യു. കജോളിക ഇവരുടെ 3rd സിസ്റ്റർ ആയിരുന്നു, ശുഭോപ്രിയയുടെ തൊട്ട് താഴെയുള്ള സിസ്റ്റർ. ആൻഡ് കജോളിക ഈവൻ ദോ ഷീ വാസ് സിറ്റി എഡ്യൂക്കേറ്റഡ് ഷീ ഓൾസോ ഹേറ്റഡ് ശുദ്ധീപ് ബിക്കോസ് he belonged to the enemy community. And Kajolika had a lover, his name was Riboti. Riboti was also an active member of Shanti Bahini. Shanti Bahini എന്ന് പറയുന്നത് ബംഗ്ലാദേശിലെ റെബൽ കമ്മ്യൂണിറ്റീസിനെയാണ്, അല്ലെങ്കിൽ ബംഗാളീസും ബംഗ്ലാദേശീസും തമ്മിലുള്ള വാറിലെ ബംഗ്ലാദേശി റിബൽസ് അല്ലെങ്കിൽ ബംഗ്ലാദേശി വാർ പാർട്ടിസിപ്പൻസിൻ്റെ കമ്മ്യൂണിറ്റീനെയാണ് ശാന്തി ബാഹിനി എന്ന് പറയുന്നത്. സോ ശാന്തി ബാഹിനി ഗ്രൂപ്പിലെ ഒരു ലീഡറാണ് റിബോത്തി എന്ന് പറയുന്ന ദിസ് കജോളിക്കാസ് ലവർ. സോ ശാന്തി ബാഹിനിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം റിബോത്തിനെ അങ്ങനെ കാണാൻ പറ്റാറില്ല കജോളിക്കയ്ക്ക്, ബിക്കോസ് ദ മിലിറ്ററി ഈസ് ഓൾവേസ് ഇൻ സെർച്ച് ഓഫ് ദീസ് പീപ്പിൾ. സോ അതുകൊണ്ട് തന്നെ ദേ ആർ ഓൾവേസ് ഇൻ ഹൈഡ് ഔട്ട്സ്. എപ്പോഴും ഒളിവിലായതുകൊണ്ട് തന്നെ റിബോത്തിനെ എപ്പോഴൊന്നും കാണാൻ കജോളിക്ക് പറ്റാറില്ല. സോ അവരിതിങ്ങനെ ഡിസ്കസ് ചെയ്ത് നടക്കുമ്പോൾ ശുദ്ധീപ് ഇസ് വെരി വറീഡ് അബൌട്ട് ഓൾ ദീസ് തിങ്സ്. ഈ പറയുന്ന വാറിനെ പറ്റിയും ഈ ട്രബിൾസിനെ പറ്റിയൊക്കെ വറീഡായിട്ട് ഇവർ രണ്ടുപേരാണ് ഇങ്ങനെ നടക്കുമ്പോൾ ശുദ്ധീപ്സ് ലെഗ്സ് ഗെറ്റ് സ്റ്റക്ക് ഇൻ കൊളാപ്സ് ഗ്രൂപ്പ് ഓഫ് ജയൻറ്റ് റൂട്ട്സ്. കുറച്ച് റൂട്ട്സിൽ ഇവൻ്റെ കാല് സ്റ്റക്ക് ആവുകയാണ്. അങ്ങനെ ശുദ്ധീപ് വീഴാണ്. ആ വീഴുന്ന സമയത്ത് ഒരു മിലിറ്ററി ജീപ്പ് ഇവരെ പാസ് ചെയ്ത് പോവും. സോ ആ സമയത്ത് പൂർണ്ണചന്ദ്ര പറയുന്നു ദാറ്റ് യു ആർ ലക്കി ദാറ്റ് യു ഫെൽ ബിക്കോസ് മിലിറ്ററി ജീപ്പാണ് പോയത്. ഇഫ് ദേ ഹാവ് സീൻ ഹിം, കണ്ടിരുന്നെങ്കിൽ എങ്ങനെയാണെങ്കിലും ഇവനെ കൊണ്ടുപോയാനെ മിലിറ്ററി ജീപ്പിൽ നിന്ന് ഈ പറയുന്ന പൂർണ്ണചന്ദ്ര പറയുന്നു. ആൻഡ് അതിനുശേഷം ഇവർ പിന്നെ നടക്കുമ്പോൾ പൂർണ്ണചന്ദ്ര പറയുന്നു ദാറ്റ് കജോളിക ദീദി ഈസ് വെയിറ്റിംഗ് ബൈ ദ ബാംബു ഗ്രൂപ്പ്സ്. അവിടെ ദീദി വെയിറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് അവിടേക്ക് പോകാമെന്ന് പറഞ്ഞാണ് പൂർണ്ണചന്ദ്ര ശുദ്ധീപിനെയും വിളിച്ചുകൊണ്ട് പോകുന്നത്. ആൻഡ് പൂർണ്ണചന്ദ്ര ഓൾസോ സേസ് ദാറ്റ് ശുഭോപ്രിയോ ഇനി കോളേജിലേക്ക് തിരിച്ചു വരില്ല. ഹി ഹാസ് ഓൾസോ ഡിസൈഡഡ് ടു ജോയിൻ ശാന്തവാഹിനി. ശാന്തിബാഹിനി കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാൻ ശുഭോപ്രിയവും തീരുമാനിച്ചു കഴിഞ്ഞു. ആൻഡ് ഹി വിൽ നെവർ കം ബാക്ക് ടു കോളേജ് എന്നുള്ള കാര്യം പൂർണ്ണചന്ദ്ര പറയുന്നു. ആൻഡ് കജോളിക ദീദി ബാംബു ഗ്രൂവ്സിൽ വെയിറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ ശുദ്ധീപ് ചോദിക്കുന്നുണ്ട് വൈ ഈസ് യു വെയിറ്റിംഗ് നിയർ ദി ബാംബു ഗ്രൂവ്സ് എന്ന് ചോദിക്കുമ്പോൾ കജോളിക അവിടെ റിബോത്തിനെ കാണാനായിട്ട് വരുന്നതാണ്. സോ അവിടെ അവരുടെ ഹൈഡിങ് പ്ലേസ് ആയിരുന്നു. സോ ആ ഒരു സ്ഥലത്തേക്ക് ഈ പറയുന്ന റിബോത്തിനെ കാണാനായിട്ട് കജോളിക വരുന്നതാണ്. സോ മിലിറ്ററി ജീപ്പ് ആ റൂട്ടിലാണ് പാസ് ചെയ്ത് പോകുന്നതെന്ന് ഓർക്കുമ്പോൾ പൂർണ്ണചന്ദ്ര ഈസ് സോ വറീഡ് ദാറ്റ് ഇഫ് ദേ ഹാഡ് ഫൗണ്ട് ആർ ദീദി, കജോളിക ദീദിനെ അവർ കണ്ടിട്ടുണ്ടെങ്കിലോ എന്ന് ഓർത്ത് പൂർണ്ണചന്ദ്ര ഇസ് വെരി വറീഡ്. സോ അവർ കജോളിക ദീദിനെ അന്വേഷിച്ച് പോയി കഴിയുമ്പോൾ ദേ സീ കജോളിക ലൈയിങ് ഇൻ ദ ഗ്രൗണ്ട്. കജോളിക അവിടെ കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. ആൻഡ് ദേ ഗോ ആൻഡ് ഇൻസ്പെക്ട് ഹർ. അപ്പോൾ ശുദ്ധീപിന് മനസ്സിലാവുന്നു ദാറ്റ് കജോളിക വാസ് റേപ്ഡ്. ആൻഡ് അവളുടെ ബോഡിയുടെ സൈഡിലായിട്ട് ദർ വർ ടയർ മാർക്സ്. സോ ആ ടയർ മാർക്സ് കാണുമ്പോൾ ഹി അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ് ദ മിലിറ്ററി ജീപ്പിൽ വരുന്ന ആൾക്കാർ തന്നെയാണ് കജോളികനെ റേപ്പ് ചെയ്യുന്നതെന്നുള്ള കാര്യവും ഇവന് മനസ്സിലാവുന്നു. ആൻഡ് ആ പോർഷനിലൂടെ ചെറിയ കമ്പാരിസൺ പറയുന്നുണ്ട് ദാറ്റ് ദർ വർ വയലൻറ്റ് മാർക്സ് ഓൾ ഓവർ കജോളികാസ് ബോഡീസ്. കജോളികയുടെ ബോഡിയിൽ ദർ വർ വയലൻറ്റ് വൂണ്ട് മാർക്സ്. ആൻഡ് ദാറ്റ് വൂണ്ട് മാർക്സ് വർ ലൈക്ക് ദ പാത്സ് കൺസ്ട്രക്റ്റഡ് ഇൻ ഹിൽസ്. അതായത് മലകളിൽ പാതകൾ വെട്ടിത്തെളിക്കുന്നത് പോലെ കജോളികയുടെ ശരീരത്തിൽ ദർ വർ വൂണ്ട്സ്. സോ ഹിൽസിൽ വഴികൾ വരുന്നത് ഇസ് ഫോർ വെഹിക്കിൾസ് ടു പാസ് അല്ലേ. അപ്പോൾ
മോഡേണൈസേഷൻ്റെ സിമ്പിളാണ്. നേച്ചർ ഗെറ്റ്സ് ഡാമേജ്ഡ് വെൻ മോഡേണൈസേഷൻ ഹാപ്പൻസ്. വെഹിക്കിൾസിന് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന മലകളൊക്കെ വെട്ടി വഴികളാക്കി കഴിയുമ്പോൾ ദ നേച്ചർ ഇസ് വയലേറ്റഡ്. സോ മോഡേണൈസേഷൻ ഡിസ്ട്രോയ്സ് നേച്ചർ, അല്ലെങ്കിൽ മോഡേണൈസേഷൻ ഡാമേജസ് നേച്ചർ ടു എ വെരി ഹൈ എക്സ്റ്റെൻറ്റ്. അതുപോലെ തന്നെ കജോളിക വാസ് ഓൾസോ wounded and violated. So nature and this Kajolika girl, ഇതിനെ രണ്ടിനെയും കൂടെ കമ്പയർ ചെയ്തിരിക്കുന്ന ആ ഒരു പോർഷനാണ്. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് നേച്ചർ ആൻഡ് വുമൻ ആർ ഗിവൺ ദി സിമിലർ സിറ്റുവേഷൻ. ആ സമയത്ത് റിബോത്തി വരുന്നു. റിബോത്തിയും പൂർണ്ണചന്ദ്രയും ശുദ്ധീപും കൂടെ കജോളികനെ കൊണ്ടുപോയി വില്ലേജിൽ ഇവരുടെ എൽഡേഴ്സിൻ്റെ അടുത്ത് കൊടുക്കുന്നുണ്ട് ഫോർ ട്രീറ്റ്മെൻറ്റ്. പക്ഷെ ആ സമയത്ത് വില്ലേജസ് ആർ വെരി എൻറേജ്ഡ്, ഭയങ്കര ദേഷ്യത്തിലാണ്. ആൻഡ് ദേ സീ ശുദ്ധീപിനെ ആ സമയത്താണ് കാണുന്നത്. ആൻഡ് ശുദ്ധീപ് ബിലോങ്സ് ടു ദി എനിമി കമ്മ്യൂണിറ്റി. ഒരു തെറ്റും ചെയ്യുന്നില്ലെങ്കിൽ പോലും അവരുടെ മുമ്പിൽ ഇവർ കാണുന്ന എനിമി കമ്മ്യൂണിറ്റിയിലെ പാർട്ട് എന്ന് പറയുന്നത് ശുദ്ധീപാണ്. ആൻഡ് ശുഭോപ്രിയ പോലും പറയുന്നു ദാറ്റ് യു ഹാവ് ടു പേ ഫോർ ദ സിൻസ് യുവർ കമ്മ്യൂണിറ്റി കമ്മിറ്റഡ്. നിൻ്റെ കമ്മ്യൂണിറ്റി ചെയ്ത സിൻസിന് നീയാണ് പകരം ചെയ്യേണ്ടത് എന്ന് ഈവൻ ശുഭോപ്രിയ പറയുന്നു. ബിക്കോസ് അവർക്ക് വേറൊന്നും ചെയ്യാനില്ല. അവരുടെ വെഞ്ചൻസ് എന്ന് പറയുന്നത് വേറെ ആരുടെയും നേരെ അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ദേ ആർ അട്ടർലി ഹെൽപ്ലെസ് ആൻഡ് ദേ ക്യാൻ സീ ഒൺലി ശുദ്ധീപ് ഇൻ ഫ്രണ്ട് ഓഫ് ദം. ആൻഡ് ശുദ്ധീപ് ജസ്റ്റ് ബിക്കോസ് ഹി ബിലോങ്സ് ടു ദി എനിമി കമ്മ്യൂണിറ്റി, അവർ അവനെ അവിടെ ഒരു എനിമിയായിട്ട് കൺസിഡർ ചെയ്യാണ്. ആൻഡ് ശുഭോപ്രിയോ സേസ് ടു ശുദ്ധീപ് ദാറ്റ് യു ഹാവ് ടു പ്രേ ഫോർ ദ സിൻസ് യുവർ പീപ്പിൾ കമ്മിറ്റഡ്. നിൻ്റെ പീപ്പിൾ അല്ലെങ്കിൽ നിൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള പീപ്പിൾ കമ്മിറ്റ് ചെയ്ത സിൻസിന് യു ഹാവ് ടു പേ ബാക്ക് എന്ന് പറയുമ്പോൾ ശുദ്ധീപ് അക്സെപ്റ്റ്സ് ഓൾ ദീസ് അലിഗേഷൻസ്. ആൻഡ് ശുദ്ധീപിന് ഒരു പ്രൊട്ടസ്റ്റും ചെയ്യാനില്ല. ഹി ഡസ് നോട്ട് പ്രൊട്ടസ്റ്റ് എനി ഓഫ് ദീസ് തിങ്സ് ബിക്കോസ് അവൻ്റെ കമ്മ്യൂണിറ്റി ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി അവനും അഷെയിംഡ് ആയിരുന്നു. അവന് തിരിച്ചു പറയാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ശുദ്ധീപ് ഡസ് നോട്ട് പ്രൊട്ടസ്റ്റ് ടു എനി ഓഫ് ദീസ് അലിഗേഷൻസ്. സോ അവരെല്ലാവരും കൂടെ അവനൊരു മരത്തിൽ കെട്ടിയിടുകയാണ്. ആൻഡ് ദേ ബിഗിൻ ടു ടോർച്ചർ ഹിം. ആൻഡ് ശുദ്ധീപ് റിമെയിൻസ് സൈലൻറ്റ്. ശുദ്ധീപ് സൈലൻ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ആൻഡ് പതുക്കെ ആ വൈറ്റ് നൈറ്റ് ഗീവ്സ് എവേ ടു അ ഗ്രിമ്മർ ഡാർക്ക്നെസ്. സോ ഹി ഹാസ് ബിക്കം അൺകോൺഷ്യസ്. ആൻഡ് ആ ഒരു അൺകോൺഷ്യസ് സ്റ്റേറ്റിലോട്ട് അതിനുശേഷം അയാൾ പോവാണ് ബിക്കോസ് ഓഫ് ദ ടോർച്ചേഴ്സ് ദാറ്റ് ദേ ഇൻഫ്ലിക്റ്റ് അപ്പോൺ ഹിം. സോ ഒരു ഐറോണിക് എൻഡാണ് സ്റ്റോറിയുടെ അവസാനം വരുന്നത്. വി സീ ദി ഇൻറ്റൻസിറ്റി ഓഫ് ഹെൽപ്ലെസ്നെസ് ഓഫ് ദീസ് ബംഗ്ലാദേശി വില്ലേജ് സെറ്റിലേഴ്സ്, അല്ലെങ്കിൽ ഈ ഫോറസ്റ്റ് സെറ്റിലേഴ്സിൻ്റെ ഒരു ഹെൽപ്ലെസ്നെസ് ആണ് നമുക്ക് അവസാനം കാണുന്നത്. ദാറ്റ് ദേ കനോട്ട് ഡു എനിത്തിങ് ടു ദെയർ എനിമീസ്. ഈവൻ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട മിലിറ്ററിയാണ് ഇവരെ ഇപ്പോൾ ടോർച്ചർ ചെയ്യുന്നത്. സോ അതിന് അവർക്ക് ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അവർ മുമ്പിൽ കിട്ടുന്ന ഒരാളുടെ നേരെ റിവെഞ്ച് എടുത്ത് അവരതിൽ ഒരു കംഫർട്ട് കണ്ടെത്തുകയാണ്. ബിക്കോസ് ദേ ഹാവ് നോ അതർ ഗോ. സോ ഈവൻ ശുഭോപ്രിയോക്ക് അറിയാം ദാറ്റ് ഹിസ് ഫ്രണ്ട് ഇസ് ഇന്നസെൻറ്റ്. അവൻ്റെ ഫ്രണ്ട് അവനോട് ഒന്നും ചെയ്തിട്ടില്ല എന്നറിയാമെങ്കിൽ പോലും വെൻ ഹിസ് സിസ്റ്റർ ഇസ് റേപ്ഡ് അവന് പോലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഹീ ഈസ് ഓൾസോ സോ ഡിപ്രസ്ഡ് ദാറ്റ് ഹീ ഫൈൻഡ്സ് കംഫർട്ട് ഇൻ ടോർച്ചറിങ് ഹിസ് ഫ്രണ്ട്. സോ പവർ ഇല്ലാത്ത, പ്രിവിലേജ് ഇല്ലാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ ഹെൽപ്ലെസ്നെസ്സിനെ പറ്റി പറയുന്ന ഒരു സ്റ്റോറിയാണ് ഫ്യൂജിറ്റീവ് കളേഴ്സ്. ആൻഡ് ഫ്യൂജിറ്റീവ് മീൻസ് ഡിസപ്പിയറിംഗ് കളേഴ്സിനെ പറ്റിയാണ് ഈ സ്റ്റോറിയിൽ പറയുന്നത്. ഡിസപ്പിയറിംഗ് കളേഴ്സ് ഓഫ് ലൈഫ്. ആൻഡ് ദാറ്റ് ഇസ് ദ സ്റ്റോറി. താങ്ക് യു.